ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ സിറീൻ സ്പേസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഏകദേശം സ്ഥലവും കാര്യമൊക്കെ മനസ്സിലായി കാണും. ഇത് എറണാകുളം മറൈൻ ഡ്രൈവിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ടാണ് സിലോൺ ബേക്ക് ഹൗസ്. എറണാകുളത്ത് ഒരുപാട് സിലോൺ ബേക്ക് ഹൗസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ മലബാർ ബിരിയാണി സ്റ്റൈലിലുള്ള ഇവരുടെ ബിരിയാണിയാണ് കേട്ടോ. ഇത് കൊച്ചി സ്റ്റൈലാണോ മലബാർ സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ബിരിയാണി. വേറെ സിലോൺ ബേക്ക് ഹൗസിലൊന്നും പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ടേസ്റ്റ് തോന്നാറില്ല. പക്ഷേ അവിടുത്തെ ബിരിയാണി നല്ലത് തന്നെയാണ്. ഇത് മറൈൻ ഡ്രൈവിൽ പണ്ട് മുതലേ ഞങ്ങൾ പോകാറുള്ളൊരു ബിരിയാണി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ചെന്നപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ഇതിന് മുന്നേ കഴിച്ചിട്ടില്ലല്ലോ ഇവിടുന്ന്. അപ്പോൾ എന്നാൽ അതും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിളമ്പുന്നത് മട്ടൻ ബിരിയാണിയാണ്. ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ശരിക്കും നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോണ്ടല്ലോ ആ ബിരിയാണിയുടെ സ്മെല്ല് ശരിക്കും നമുക്ക് കിട്ടും. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ബ്രോഡ്വേ പോയിട്ട് കോൺവെന്റ് ജംഗ്ഷനിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്. സത്യം പറഞ്ഞാൽ ഉച്ച സമയമാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയാതെ നമ്മൾ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും കേട്ടോ. ആ സ്മെല്ല് ഒരു ബിരിയാണി കഴിച്ചിട്ട് പോയാലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. നേരത്തെ തൊട്ടിട്ട് കുറേ പണ്ട് തൊട്ടിട്ട് ഞാൻ ചെറുതിലേ വിട്ടിട്ട് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെയാണ് എനിക്ക് അവിടെ പോയപ്പോൾ. ഞാൻ ഷൈചേട്ടനെ കൊണ്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഓർമ്മയിലാണ് നമ്മളെപ്പോഴും അവിടെ പോണത്. പക്ഷേ ഇത്തവണ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ ബാഗ് കൊടുക്കാൻ പോയതാണ് കേട്ടോ. എൻ്റെ ബാഗ്സ് ഇപ്പോൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ബാഗ്സ് ഞാൻ ഇത്തവണ കാറിന് വന്നുകൊണ്ട് ഞാൻ ബാഗും കൂടി കൊണ്ടുവന്നു. എനിക്ക് ചെന്നൈയിൽ കറക്റ്റ് സ്ഥലമൊന്നും അറിയാൻ പാടില്ല. ഞാനൊരു പ്രാവശ്യം കൊടുത്തപ്പോൾ തന്നെ എനിക്ക് പ്രോപ്പറായിട്ടൊന്നും അല്ല സർവീസ് ചെയ്തതെന്ന്. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്തോ ഒരു മെറ്റീരിയലൊക്കെ വെച്ചിട്ട് എന്തോ കാട്ടിക്കൂട്ടി തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ബാഗ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത് കേട്ടോ. കുറച്ച് റിപ്പയറിങ് പരിപാടികളായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല ബാഗ്സാണ്. വള്ളി പൊട്ടിപ്പോയത്, പിന്നെ ഇങ്ങനെ വള്ളി പൊട്ടിപ്പോയിട്ട് ഞാൻ ശരിയാക്കിയിട്ട് ഒരു സുഖവും ഇല്ലാതെ അത് പിന്നെ ഞാൻ യൂസ് ചെയ്ത് പിന്നെയും പൊട്ടി ആകെ കൂടെ നശിഞ്ഞിരിക്കുകയായിരുന്നു അതിൻ്റെ ആ സ്ട്രാപ്പ്. അപ്പോൾ ഈ സ്ട്രാപ്പ് ചേഞ്ചും സ്ട്രാപ്പ് പൊട്ടിപ്പോയത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ആയിരുന്നു. ഈ ആൽഫ സർവീസസിൽ പ്രോപ്പറായിട്ട് പുതിയ ബാഗ് പോലെ തന്നെ അവർ ശരിയാക്കി ചെയ്തു തരും കേട്ടോ. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് രണ്ടാമത് സ്റ്റിച്ച് ചെയ്താണെന്നൊന്നും തോന്നുക പോലുമില്ല. അപ്പോൾ ട്രോളി ബാഗും അങ്ങനെ ഏത് ബാഗാണെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. നല്ല സർവീസാണ്. അപ്പോൾ ഞാൻ ഈ മൂന്ന് ബാഗും ശരിയാക്കി അതൊന്നിൻ്റെ സ്ട്രാപ്പ് തന്നെ മാറ്റി. അപ്പോൾ അവരെല്ലാം നല്ല പ്രോപ്പറായിട്ട് സൂപ്പറായിട്ട് ചെയ്തു തന്നു കേട്ടോ. അതിന് 250 റുപ്പീസാണ് 3 എണ്ണത്തിനും കൂടെ എനിക്കായത്. ഞാൻ ഇപ്പം എനിക്ക് ചെന്നൈയിലായതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഏതൊക്കെയാണ് കറക്റ്റ് അറിയില്ലായിരുന്നു എവിടേക്കാണ് കറക്റ്റ് സർവീസ് സെൻറ്റേഴ്സ് ഇപ്പോൾ ഉള്ളതെന്ന്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോഴും ഈ ആൽഫ സർവീസസ് തന്നെയാണ് കേട്ടോ കൂടുതൽ ഏറ്റവും റേറ്റിങ്ങിൽ കാണിച്ചതും. എല്ലാവരും നല്ല റിവ്യൂസ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഞാനിവിടെ പോയപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ബ്രോഡ്വേയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ സർവീസ് ചെയ്യുന്നതൊക്കെ. അത്യാവശ്യം പക്കയായിട്ട് എല്ലായിടത്തും ചെയ്തു തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. ഈ ബാങ്ക് ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തിരുന്ന ബാങ്കാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരു ബിൽഡിംഗ് ഇപ്പറയാണ് സെൻട്രൽ സ്ക്വയർ മാള് MG റോഡിൽ. അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് ചുറ്റി വന്നത് കോൺവെന്റ് ജംഗ്ഷൻ കൂടെയാണ്. തൊട്ടടുത്ത് 1 കിലോമീറ്റർ ഇല്ല കോൺവെന്റ് ജംഗ്ഷനിലേക്ക്. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും ഷോപ്പ് ചെയ്യാണ്ടെങ്കിലും ഷോപ്പ് ചെയ്തിട്ടും എപ്പോഴും നമുക്കൊരു ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ഞാൻ പണ്ട് ഒരുപാട് നാളിങ്ങനെ, അതായത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച് +2 പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം പുറത്തൊക്കെ പോയി തുടങ്ങിയ സമയത്ത് തൊട്ടിട്ട് കറങ്ങി നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ നമ്മുടെ കോൺവെന്റ് ജംഗ്ഷൻ, ബ്രോഡ്വേ ഒക്കെ കുഞ്ഞിലേ മുതൽ ഇപ്പം അമ്മയുടെ ഒപ്പം ഷോപ്പിങ്ങിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കൂടുതലും ബ്രോഡ്വേയിലാണ് വന്നിരുന്നത്. സ്കൂള് റീഓപ്പണിങ്ങിൻ്റെ സാധനങ്ങൾ തൊട്ടിട്ട് ഇങ്ങോട്ട് അവിടെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തം മെമ്മറീസ് ആയിരുന്നു കേട്ടോ ഇന്ന് പോയപ്പോൾ. കാരണം കുറേ നാൾ കൂടിയല്ലേ എനിക്ക് ഇവിടെയൊക്കെ പോകാൻ പറ്റുക.
എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് പ്ലേസസ് ശരിക്കും പറഞ്ഞാൽ ബ്രോഡ്വേ ഒക്കെ എറണാകുളം തന്നെയാണ്. വേറെ എവിടെ പോയാലും എനിക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്ന് സണ്ണി ഡയമണ്ട്സിൽ പോയായിരുന്നു. ഈ ഡയമണ്ട്സിൽ പോയിട്ട് വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിക്കാറ്. പക്ഷേ എന്ത് ഡയമണ്ടിൻ്റെ വാങ്ങിച്ചാലും ഞാൻ നേരത്തെ മുതൽ സണ്ണി ഡയമണ്ട്സിൽ നിന്നാണ് വാങ്ങിക്കണത്. അതായത് എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അതിപ്പം എന്താണെന്നറിയാൻ പാടില്ല, അവിടുത്തെ കളക്ഷൻസും അങ്ങനെയാണ്. എനിക്ക് അവിടുത്തെ ആ ഡയമണ്ട്സ് ആണെങ്കിൽ അതിനൊരു നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുമുണ്ട്. ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ആദ്യം മൂക്ക് കുത്തിയ സമയത്ത്, എൻ്റെ കല്യാണത്തിന് മുമ്പ് ആദ്യം മൂക്ക് കുത്തിയ സമയത്ത് ഞാൻ അവിടെ നിന്നാണ് ഒരു 3 സെൻറ്റ് ഡയമണ്ടിൻ്റെ എൻ്റെ നോസ്പിൻ വാങ്ങിച്ചത്. അപ്പോൾ തൊട്ടിട്ട് എനിക്ക് അവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് പർച്ചേസ് ചെയ്യാനായിട്ട്. അവരുടെ സർവീസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു കുഞ്ഞു സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത്. എന്താണെന്നൊക്കെ ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയപ്പോൾ നല്ല മഴ കിട്ടിയായിരുന്നു. ആ മഴയുടെ വീഡിയോ ആണ് നേരത്തെ കണ്ടത്. അപ്പം പ്രോപ്പറായിട്ടൊരു മഴയിൽ നമ്മുടെ പുതിയ വണ്ടി ശരിക്കും നനഞ്ഞതായിരുന്നു. ആ മഴയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ മഴ തീർന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഷൈചേട്ടൻ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഷൈചേട്ടൻ അങ്ങോട്ട് തലയോലപ്പറമ്പിന് പോയി. അപ്പോൾ പിറ്റേ ദിവസം ഞാനും സിസ്റ്ററും കൂടെ അവൾക്ക് ഒരു ചുരിദാർ എടുക്കാനായിട്ടൊക്കെ കെയർ ചെയ്താണ് കേട്ടോ. ഇവിടെ വന്നു, എനിക്കും ബ്രോഡ്വേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വന്നതാണ് ഈ ഓട്ടോയ്ക്ക് വന്നത് കേട്ടോ. അങ്ങനെ ഊബർ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് കോൺവെന്റ് ജംഗ്ഷനിലേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് അവൾക്ക് ഒരു സൽവാർ നോക്കി കുറേ കടയിൽ കയറി. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കോൺവെന്റ് ജംഗ്ഷനിൽ തന്നെ ഇപ്പം ക്ലാസി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ. കോൺവെന്റ് ജംഗ്ഷൻ്റെ ആ തൊട്ടടുത്ത് തന്നെയാണ്, സിൻഡാസിൻ്റെയൊക്കെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ കയറി അവിടെ നിന്ന് ഒരു സൽവാർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതവിടെ നിന്ന് എടുത്തു. അപ്പം കുറച്ച് ഓൾട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പക്കയായിട്ട് ചെയ്തു തരും കേട്ടോ. അതവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബ്രോഡ്വേയിലേക്ക് പോവുകയാണ്. അപ്പം ബ്രോഡ്വേ ഇപ്പം ഉച്ച സമയമായി, ഇപ്പോൾ വിശക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കയറിയതാണ്. ഈ ബ്രോഡ്വേ അടുത്ത് തന്നെയാണ്, മറൈൻ ഡ്രൈവ്. പക്ഷേ അവിടെ തിരക്കായതിന് ഞങ്ങളൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ബ്രോഡ്വേ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.